ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. വളരെയധികം സന്തോഷത്തിലെടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാര്യങ്ങൾ പറയാനുള്ളതിനേക്കാളും സംസാരിക്കാനുള്ളതിനേക്കാളും ഒക്കെ ഉള്ളത് കാര്യങ്ങൾ കാണിക്കാനാണ്. പക്ഷെ എന്നാലും ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഈ ഒരു ചെറിയ കുറച്ച് സംസാരമില്ലാതെ ഈ ഒരു വീഡിയോക്ക് ഒരു കംപ്ലീറ്റ്നെസ് കിട്ടില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് കുറച്ച് ഇരുട്ടായെങ്കിലും പെട്ടെന്ന് ഞാൻ എൻ്റെ ഈ ഒരു ഇൻട്രോ എടുത്തതിന് ശേഷം നമുക്ക് മെയിനായിട്ട് വീഡിയോയിലോട്ട് കടക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ഞാനിവിടെ നെതർലൻഡ്സിൽ വന്നിട്ട് ഇപ്പം ഏകദേശം 6 വർഷം ആവുന്നു. ഈ ഒരു 6 വർഷത്തിൽ എനിക്ക് എപ്പോഴൊക്കെ ഫോട്ടോ എടുക്കണമെങ്കിലോ വീഡിയോ എടുക്കണമെങ്കിലോ, അതായത് എനിക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എപ്പോൾ ഒരു പ്രൊഫഷണൽ രീതിയിൽ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു തവണ പോലും എന്നോട് നോ പറയാത്ത ഒരാളാണ് സഞ്ജേട്ടൻ. സഞ്ജേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. എപ്പോഴും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രൊഫഷണൽ ടച്ചിൽ ഒരു ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അധികം ഞാൻ ടാഗ് ചെയ്യാറില്ല. അധികമല്ല, ഒരു തവണ മാത്രമാണ് ഞാൻ വേറൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറിൻ്റെ ഒപ്പം ഇവിടെ നിന്ന് നോക്കി ചെയ്തിട്ടുള്ളൂ. അല്ലാത്ത എല്ലാ ഫോട്ടോസും സഞ്ജേട്ടൻ എനിക്ക് വേണ്ടി എടുത്തുന്ന ഫോട്ടോസാണ്. ഒരു ഫോട്ടോ എടുക്കുക, ഒരു വീഡിയോ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എഫർട്ടാണെന്നുള്ള ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനോ അല്ലെങ്കിൽ ഈ ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ എപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞാലും എന്നോട് നോ പറയാതെ എനിക്ക് വേണ്ട ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണ് സഞ്ജേട്ടൻ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഞാനും വിഷ്ണുവും ഇപ്പോൾ ഇലക്ട്രിക് ബൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ഭാഗമൊക്കെ ആയിട്ട് സഞ്ജേട്ടൻ ഒരുപാട് ഇവിടെ വന്നിട്ട് കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, പുറത്ത് പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ സഞ്ജേട്ടൻ ഞാൻ സൈക്കിൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ഓടിയൊക്കെയാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ ഞാൻ ഉറപ്പിച്ചിട്ടുള്ള കാര്യമായിരുന്നു, സഞ്ജേട്ടൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ സഞ്ജേട്ടന് കാര്യമായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ എന്ത് കൊടുക്കും എന്നുള്ളത് ഞാനും വിഷ്ണു കൂടെ ഒക്കെ ഒന്നിരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് സഞ്ജേട്ടന് ഒരു ഇലക്ട്രിക് ബൈക്ക് വാങ്ങിക്കാൻ നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ പുള്ളി വാങ്ങിക്കുന്നതിന് മുന്നേ പുള്ളിക്ക് ഇലക്ട്രിക് ബൈക്കിനെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ എന്താ പറയുക, ഉള്ളടക്കം എന്ന് പറയുന്നത്. വളരെയധികം സന്തോഷിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ സഞ്ജേട്ടന് ബർത്ത്ഡേക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇത് സഞ്ജേട്ടനൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഒന്നും അല്ല കേട്ടോ. ഞാനിങ്ങനെ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സഞ്ജേട്ടനോട് ഡിസ്കസ് ചെയ്ത് സഞ്ജേട്ടന് ഇഷ്ടമുള്ള ബ്രാൻഡും മോഡലും ഒക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. നെതർലൻഡ്സിലെ ഇലക്ട്രിക് ബൈക്കിന് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ഫിൽഡോ. അവരുടേതാണ് നമ്മൾ ഇത്തവണ ഈ ഒരു ഇലക്ട്രിക് ബൈക്ക് വാങ്ങിയിട്ടുള്ളത്. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 1 വീക്കിൽ നമുക്ക് നമ്മുടെ ഇലക്ട്രിക് ബൈക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ സൈക്കിൾ അൺബോക്സ് ചെയ്തിട്ട് അസംബിൾ ചെയ്യാൻ വേണ്ടി നമ്മളെക്കാളും കൂടുതൽ ഭയങ്കരധികം ഉത്സാഹം നെയ്ത്തനായിരുന്നു കേട്ടോ. കാരണം അവന് സ്കൂളിലോട്ട് സൈക്കിൾ ചെയ്ത് പോകണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒപ്പം സഞ്ജേട്ടനും കൂടെ സൈക്കിൾ ചെയ്തിട്ട് വരണം. അപ്പോൾ അവൻ വളരെയധികം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് ബൈക്ക് വന്ന് അസംബിൾ ചെയ്ത് ഉപയോഗിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. വളരെ ചെറിയ സമയത്തിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇലക്ട്രിക് ബൈക്ക് അസംബിൾ ചെയ്തെടുത്ത്. നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള മാനുവൽ അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അസംബിൾ ചെയ്യുമ്പോൾ ആവശ്യമുള്ള എല്ലാ ടൂൾസും അവർ ആക്സസറീസ് കിറ്റിൽ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും സംശയം അതിലും കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ ഓരോ മോഡലിനനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് യൂട്യൂബിൽ എളുപ്പത്തിൽ അവൈലബിൾ ആയിരുന്നു. ഞാനും വിഷ്ണു ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ബൈക്ക് വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിൽഡോൻ്റെ ഈ ഒരു ബൈക്ക് ഭയങ്കര വെയ്റ്റ്ലെസ് ആണ് കേട്ടോ. നമുക്ക് അസംബിൾ ചെയ്യാനൊക്കെ അതുകൊണ്ട് വളരെയധികം എളുപ്പമായിരുന്നു. ഞാനും സഞ്ജേട്ടനും കൂടെ ആയിരുന്നു കേട്ടോ ഈ ഒരു ബൈക്ക് അസംബിൾ ചെയ്യുന്നുണ്ടായിരുന്നത്. ആസ് യൂഷ്വൽ ഞാൻ അസംബിൾ ചെയ്യുന്ന വീഡിയോ സഞ്ജേട്ടൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണുവിനെ പോലെ തന്നെ വീഡിയോയിൽ വരാൻ ചെറിയൊരു പ്രശ്നമുള്ള ആളാണ് കേട്ടോ സഞ്ജേട്ടനും. പക്ഷേ വിഷ്ണു ഇതേ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഞാനും സഞ്ജേട്ടനും കൂടെ അസംബിൾ ചെയ്യുന്ന 1-2 വീഡിയോ എടുത്ത് തരുമെന്നുള്ള റിക്വസ്റ്റ് മുകളിൽ കുറച്ച് നല്ല ഷോട്ട് സഞ്ജേട്ടനൊപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇവിടെ കാണുന്ന ഈ ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഫിൽഡോൻ്റെ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സൈക്കിൾ ലോക്ക് ചെയ്യാനും ഒട്ടുമിക്ക ബാക്കി കൺട്രോൾസും നമുക്ക് ആപ്പ് വഴി ചെയ്യാനായിട്ടും പറ്റും. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ 1-2 ഡൗട്ട്സ് നമുക്ക് വന്നപ്പോൾ നമ്മൾ മോഡൽ വെച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഈസിലി അവൈലബിൾ ആയിരുന്നു. ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്ര വെയ്റ്റ്ലെസ് ആണ് ഈ ഒരു ബൈക്ക് എന്നുള്ളത്. അങ്ങനെ ബൈക്കിൻ്റെ അസംബ്ലിംഗ് ഒക്കെ അത് ഇവിടെ കഴിഞ്ഞു. നമുക്ക് മുഴുവൻ അസംബിൾ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ടോട്ടൽ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു ബ്ലാക്ക് കളറ് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. എന്തായാലും ഇനി നമുക്ക് ഒന്ന് പോയി ഓടിച്ചു നോക്കാം. ബൈക്ക് സഞ്ജേട്ടൻ്റെ ആണെന്നുണ്ടെങ്കിലും വീഡിയോ എടുക്കാൻ നമുക്ക് വേണ്ടത്ര കഴിവില്ലാത്തത് കാരണം വിഷ്ണുവും ഞാനും ബൈക്ക് ചെയ്യുന്നതാണ് സഞ്ജേട്ടൻ വീഡിയോ എടുത്ത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്കിവിടെ ഡിഫറെൻറ്റ് റൈഡിംഗ് മോഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. അതായത് നോർമൽ, ടർബോ, എക്കോ, പിന്നെ സ്പോർട്ട്. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് സ്പീഡ് വരുന്നത് ടർബോക്കാണ്. പിന്നെ ഫിൽഡോൻ്റെ ഈ ഒരു മോഡൽ ബൈക്കിന് ഇൻബിൽറ്റ് ബാറ്ററിയാണ് കേട്ടോ വരുന്നത്. അസംബിൾ ചെയ്ത് ഒരു 2-3 ഡേയ്സ് സഞ്ജേട്ടൻ ഉപയോഗിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു റൈഡിംഗ് എക്സ്പീരിയൻസിൻ്റെ വീഡിയോ എടുക്കുന്നത്. ഓരോ റൈഡിൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഓരോ റൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാലും എത്രയാണ് ടോപ്പ് സ്പീഡ് വരുന്നത്, അല്ലെങ്കിൽ ടൈം എത്രയാണ് വന്നതെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കിട്ടും. ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ അതല്ലല്ലോ ഇവിടെ ഇമ്പോർട്ടൻസ്. സഞ്ജേട്ടന് ഈ ഒരു ബൈക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സഞ്ജേട്ടനും ഭയങ്കര ഹാപ്പിയാണ്. ചെറിയൊരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം, തനി മലയാളി. ടാറ്റാ.